ഹലോ ഗൈസ്, എൻ്റെ പേര് സുബിൻ. സോ ഞാനൊരു എഡിറ്ററാണ്. ഞാനിങ്ങനെ കുറേ വിചാരിക്കുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കണ്ടൻറ്റ് ക്രിയേഷൻ തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുറേ ദിവസം വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തു എന്നല്ല, ഞാൻ വ്ളോഗിങ് ട്രൈ ചെയ്തു. പക്ഷേ ഞാനെപ്പോഴും വീട്ടിൽ തന്നെയാണ്. പുറത്തോട്ട് മീൻസ് കറങ്ങാനായിട്ട് പോക്ക് കുറവാണ്. ചായ കുടിക്കാൻ പുറത്ത് പോകുന്നല്ലാണ്ട് കറങ്ങാനായിട്ട് പുറത്ത് പോകുന്നത് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കൂടുതൽ എന്താണോ ചെയ്യുന്നത് അതിനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ്, ആ ഒരു റിലേറ്റഡ് ആയിട്ട് തന്നെ കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്താലോ എന്ന് ആലോചിച്ചു. കുറേ ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നും, പക്ഷേ ഒന്നും അങ്ങോട്ട് തുടങ്ങുന്നില്ല. സോ ഇതിപ്പോൾ ഒരു റാൻഡമായിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങി നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് എടുത്ത് തുടങ്ങാം, അങ്ങനെ വിചാരിച്ച് എടുക്കാൻ തുടങ്ങുന്നതാണ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. ഇന്ന് എത്രാം തീയതിയാണ്? സോ എന്നാൽ ഡിസംബർ 8. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നോക്കാം, ഞാനിങ്ങനെ എടുത്തു വയ്ക്കാം, എപ്പോഴെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാമല്ലോ. സോ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, വീഡിയോ എഡിറ്റിംഗ്, ഡിസൈനിങ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എഡിറ്റിങ് തുടങ്ങിയിട്ട് ഏകദേശം കുറേ മുന്നേ തന്നെ തുടങ്ങിയായിരുന്നു. തുടങ്ങാൻ മീൻസ് പ്രൊഫഷണൽ പോലെ എഡിറ്റിംഗ് അല്ല, നോർമൽ നമ്മൾ സാധാ റീൽസ് എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഫസ്റ്റത്തെ എഡിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബർത്ത്ഡേ വിഷ്, ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേ വിഷ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ കോളേജിലൊക്കെ എത്തിയപ്പോൾ ഷോർട്ട് ഫിലിം, പിന്നെ അതേപോലെ ഇവൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കോളേജിൽ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോ വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടിയൊക്കെ പഠിച്ചെടുക്കുന്നത്, സോഫ്റ്റ്വെയർസൊക്കെ പഠിച്ചെടുക്കുന്നത്. ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ അതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ആ കോളേജിലെത്തിയപ്പോഴാണ് പഠിച്ചെടുക്കുന്നത്. സ്വയം പഠിച്ചെടുത്താണ് കേട്ടോ. എനിക്കാരും പഠിപ്പിച്ചു തന്നതൊന്നുമല്ല, ഞാൻ സ്വയം പഠിച്ചെടുക്കാൻ മീൻസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പഠിച്ചെടുത്താണ്. ഓരോന്നും എന്തെങ്കിലുമൊക്കെ ഒരു സംശയം വരുമ്പോൾ അത് ട്രൈ ഔട്ട് ചെയ്യുക, അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയുള്ള ഡിജിറ്റൽ ആൻഡ് സൈബർ ഫോറൻസിക്കാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല, ഞാൻ വീഡിയോ എഡിറ്ററാണ്. വീഡിയോ എഡിറ്റിംഗാണ് ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷമായിട്ട് HCL അണ്ടറിൽ വരുന്ന ഗുവി എന്ന് പറയുന്ന, HCL ഗുവി എന്നാണ് കമ്പനിയുടെ പേര്. നമ്മുടെ ചെന്നൈയിലാണ് കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 8 വർഷമായി. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവരുടെ കമ്പനിയിൽ 2 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 വർഷമല്ല, സോറി, 10-11 വർഷമായിട്ടോ. ഞാൻ ചേരുമ്പോൾ 8 വർഷം സംതിങ് ആയിട്ടേ ആയിരുന്നു. അങ്ങനെ എന്നിട്ട് ഇപ്പം നിലവിൽ 2 വർഷം കഴിഞ്ഞു ഞാൻ ഗുവിയിൽ ചേർന്നിട്ട്. അതേപോലെ തന്നെ ഞാൻ ഫ്രീലാൻസിങ്ങും ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രീലാൻസ് വർക്കുകൾ കിട്ടും, അതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ചെയ്യണം. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കണ്ടൻറ്റ് ചെയ്യും, അത് ഉറപ്പാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം, അത്രേ പറയാനുള്ളൂ. 100 days 100 വീഡിയോസ് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം. പിന്നെ അത്രയും കണ്ടൻറ്റുകൾ എൻ്റെ നിന്ന് വരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഐഡിയ തോന്നും, അത് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. ഇനി അങ്ങോട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് കണ്ടൻറ്റുകൾ തരാൻ നോക്കാം. ഞാൻ മുന്നേ വ്ളോഗിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 7-8 വീഡിയോസ്, വ്ളോഗ് വീഡിയോസ് എൻ്റെ വേറൊരു അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. സുബിക്സ്തെറ്റിക് എന്നാണ് പേര്. പക്ഷേ വ്ളോഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. ഡെയിലി ലൈഫ് വ്ളോഗിനോട് എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സ്പോട്ടിലേക്ക് പോവുക, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെയാണ് വീഡിയോസ് എടുത്തിടാറ്.
പക്ഷേ അതൊക്കെ കുറവാണ്. എപ്പോഴെങ്കിലും 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് പോവുക. അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ ഞാൻ എന്താണോ കൂടുതൽ ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ട് കണ്ടൻറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയുമായിട്ട്, അടുത്തൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇത് മാത്രമല്ല, എഡിറ്റിംഗ് ഡിസൈനിങ് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തും. സോ ഓക്കെ, ബൈ.